സർക്കാർ സ്കൂളുകളിൽ ഇംഗ്ലീഷ് അധ്യാപകരെ നിയമിക്കണമെന്ന ഹൈക്കോടതി വിധി അട്ടിമറിക്കുന്നതിൽ പ്രതിഷേധം ശക്തം. ഇംഗ്ലീഷ് അധ്യാപക റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി. ഹൈസ്കൂളുകളിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതിന് ഇംഗ്ലീഷ് ബി.എഡ് ഉള്ളവർ തന്നെ വേണമെന്ന് 4 വർഷങ്ങൾക്ക് മുൻപേ ഹൈക്കോടതി ഉത്തരവിറക്കിയിരുന്നു. എന്നാൽ നാളിതുവരെയായിട്ടും ഉത്തരവ് നടപ്പിലാക്കാൻ സർക്കാർ നടപടിയൊന്നും സ്വീകരിച്ചിട്ടില്ല. തുടർന്ന് ജൂലൈ 17-ന് ഹൈക്കോടതി അന്ത്യശാസനവും നൽകി. കോടതി അലക്ഷ്യ കേസ് വന്ന ശേഷവും സർക്കാരിന് ഒരു കുലുക്കവുമില്ല. 2021 അന്നത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന എസ് മണികുമാർ സാറ് കർശനമായ വിധി പറഞ്ഞിരുന്നു. അതായത് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ അധ്യാപകരില്ലാത്ത സ്കൂളുകളിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ പെർമനന്റ് അധ്യാപകരെ നിയമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വന്ന വിധി വന്നിട്ട് ഇന്ന് 3 വർഷം തികയുന്നു. കഴിഞ്ഞ 2024 മാർച്ച് മാസം 14-ാം തീയതി അന്നത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ശ്രീ A.J. ദേശായി സർക്കാരിന് കർശനമായ താക്കീത് കൊടുത്തിരുന്നു. 4 ആഴ്ചയ്ക്കകം ഈ വിഷയത്തിൽ കർശനമായ ഉത്തരവ് നടപ്പിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ അടുത്ത കാലത്ത് ഹൈക്കോടതി അന്തിമ ശാസനം നൽകിയിരുന്നു. 3 ആഴ്ചയ്ക്കകം 639 പുതിയ തസ്തികകൾ സൃഷ്ടിച്ചുകൊണ്ട് സർക്കാർ ഈ കുട്ടികളുടെ പ്രശ്നത്തിന് അല്ലെങ്കിൽ ഞങ്ങളുടെ ഉദ്യോഗാർത്ഥികളുടെ പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ വേണമെന്ന് ഹൈക്കോടതി പറഞ്ഞിരുന്നു. എന്നാൽ അത് നാളിതുവരെയായിട്ടും നടപ്പിലാക്കിയിട്ടില്ല. ഇത് ഞങ്ങളുടെ നേരെയുള്ള ഒരു വലിയ നീതി നിഷേധമാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ അർഹമായിട്ടുള്ള ആ ജോലി കിട്ടിയേ തീരൂ. ഇതോടെ വെട്ടിലായത് PSC പരീക്ഷ എഴുതി കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികളും സർക്കാർ സ്കൂളുകളിലെ വിദ്യാർത്ഥികളും. തുടർന്ന് സർക്കാരിന്റെ കണ്ണുതുറപ്പിക്കുന്നതിനായി ഓൾ കേരള ഇംഗ്ലീഷ് റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ സെക്രട്ടേറിയറ്റിനു മുന്നിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. നമ്മൾ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം സമ്പൂർണ്ണമായി നിലനിർത്തണമെങ്കിൽ ഇംഗ്ലീഷ് അധ്യാപകരെ താൽക്കാലികമായിട്ടല്ലാതെ സ്ഥിരമായിട്ട് നിയമിച്ചെങ്കിൽ മാത്രമേ സർക്കാർ സ്കൂളുകളിലെ ക്വാളിറ്റി എഡ്യൂക്കേഷൻ നമുക്ക് പ്രോമിസ് ചെയ്യപ്പെടാൻ പറ്റത്തുള്ളൂ. ഈ സ്മാർട്ട് ക്ലാസ് റൂമുകൾ മാത്രമാണോ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്? സ്മാർട്ടായിട്ടുള്ള കുട്ടികളല്ലേ നമ്മളവിടെ സൃഷ്ടിക്കേണ്ടത്? സ്മാർട്ടായിട്ടുള്ള കുട്ടികൾ വരണമെങ്കിൽ ഇപ്പോൾ കുട്ടികൾ എല്ലാവരും പുറം രാജ്യങ്ങളിലേക്കാണ് മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നത്. അവിടെ ഇംഗ്ലീഷ് ഭാഷയുടെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ക്വാളിറ്റി എഡ്യൂക്കേഷൻ നമ്മൾ കൊടുക്കേണ്ടത്, സ്മാർട്ടായിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടത്, സ്മാർട്ടായിട്ട് കുട്ടികളെയാണ് നമ്മൾ ആ സ്മാർട്ട് ക്ലാസ് റൂമുകളിലൂടെ വാർത്തെടുക്കേണ്ടത്. ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശമുണ്ടായിട്ടും അധ്യാപകരെ നിയമിക്കാത്തത് സർക്കാർ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷ് പഠിക്കുന്നതിനുള്ള അവസര നിഷേധമെന്ന് പാരന്റ്സ് ടീച്ചേഴ്സ് അസോസിയേഷനും. ജനം, തിരുവനന്തപുരം.